ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഇന്നലെ നടക്കുകയും ചെയ്തു. അതുമാത്രമല്ല, പിണറായി ടീമിൻ്റെ, അങ്ങനെയാണ് പത്രലോകം പറയുന്നത്, ആദ്യ മന്ത്രിസഭാ യോഗവും ഇന്നലെ നടക്കുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ മന്ത്രിസഭ അതിൻ്റെ അസംഖ്യം ലാളിത്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മൂല്യബോധം എന്ത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. UDFിൻ്റെ കാലഘട്ടത്തിൽ 21 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അതിനു പകരം 19 മന്ത്രിമാരേ ഉണ്ടാവുകയുള്ളൂ. പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം ഓരോരുവർക്കും 30 വെച്ചാണെങ്കിൽ ഇത്തവണ അത് 25 കുറയ്ക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. മന്ദിരങ്ങൾക്ക് അനധികൃതമായ മോടിവയ്പ്പൊന്നും വേണ്ട, അത്യാവശ്യം ശുചിത്വ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. മുൻകൂറായി ചില മൂല്യപ്രഖ്യാപനം നടത്തിയ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രതീക്ഷകളുടെ പുതിയ യുഗം പ്രഖ്യാപിച്ച് ആ ചടങ്ങിൻ്റെ വാർത്തകളാണ് പത്രലോകം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം ജിഷ വധവുമായി ബന്ധിപ്പിച്ച് സ്ത്രീയുടെ സുരക്ഷയുടെ ഏറ്റവും പുതിയ കേന്ദ്രീകൃത രൂപമായ ജിഷ വധവുമായി ബന്ധിപ്പിച്ച് ആണ് വന്നിരിക്കുന്നത്. കഴിയുന്നു ഈ വധം നടന്നിട്ട്. സംഘം പല അന്വേഷിച്ചു, പല നിലവാരത്തിൽ രൂപരേഖാ ചിത്രങ്ങൾ പുറത്തിറക്കി. എന്നിട്ടും കുറ്റവാളി അകലെ തന്നെ നിൽക്കുന്നു. പോലീസ് കംപ്ലയിൻസ് കമ്മിറ്റി ചെയർമാന് തന്നെ അതേ സംബന്ധിച്ച് പരിവേദനങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നിരിക്കുന്ന ഗതികേടും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ 1 മാസം തികയുന്ന ഈ വധക്കേസുമായി ബന്ധിപ്പിച്ച് ഇനിയിപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന പോലീസ് മേധാവികളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജിഷയുടെ മാതാവിനെ സന്ദർശിച്ചതിന് ശേഷം പത്രലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞത് മാതിരി പുതിയ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അന്വേഷണ സംഘത്തെ നയിക്കുന്നത് ഒരു വനിതാ പോലീസ് ഓഫീസറായിരിക്കും. സന്ധ്യ എന്ന വനിതാ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷിക്കുന്നു എന്ന നിലയ്ക്ക് ആദ്യ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു പുതിയ മന്ത്രിസഭ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സമീപന രീതി തന്നെയാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. രണ്ടാമത്തെ തീരുമാനവും കേമപ്പെട്ട തീരുമാനം തന്നെ. നിയമന നിരോധനമുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരുകളില്ല എന്ന് പറയും. പക്ഷേ അപ്രഖ്യാപിതമായ നിയമന നിരോധം നിലനിൽക്കുന്നുണ്ട് എന്ന് വേഴാമ്പലിനെ പോലെ, മഴയ്ക്ക് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ വീണ് കിട്ടുന്ന ഉദ്യോഗ മെമ്മോകൾ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കളി ഇനി വേണ്ട. ഉള്ള ഈ ജോലിക്ക് സാധ്യതയുള്ള ഒഴിവുകൾ എന്ത് എന്ന് കൃത്യമായി കണക്കെടുക്കാൻ പോകുന്നു. ആ കണക്കെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നീണ്ടു പോകുന്ന ഒരു പ്രക്രിയയല്ല. ചുവപ്പ് നാടയ്ക്ക് വിട്ടുകൊടുക്കാതെ മന്ത്രിസഭയുടെ നേരിട്ടുള്ള മോണിറ്ററിങ്ങിൽ 10 ദിവസത്തിനുള്ളിൽ ആ കണക്ക് ലഭിക്കണം മന്ത്രിസഭയ്ക്ക്. അതിനുശേഷം PSCയിലൂടെ സ്ഥിരം നിയമനത്തിനുള്ള സമീപനം സ്വീകരിച്ചു കഴിഞ്ഞു. അതുവഴി യുവാക്കൾക്ക് പുതിയ പ്രത്യാശയുടെ തളിരുകൾ നൽകുന്ന തീരുമാനം, നിയമനത്തിൻ്റെ തീരുമാനവും ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ UDFിൻ്റെ ഭരണകാലഘട്ടത്തിലെ അന്ത്യപാദങ്ങളിൽ അവരെടുത്ത അവരുടെ തന്നെ പ്രതിച്ഛായയെ മുച്ചൂടും തകർത്ത KPCC പ്രസിഡന്റ് VM സുധീരന് പോലും കൊള്ളയാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വന്ന ആ തീരുമാനങ്ങളുണ്ടല്ലോ, ജനുവരിക്ക് ശേഷം എടുത്ത തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായും പുനഃപരിശോധിക്കാൻ മന്ത്രിസഭയുടെ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ആ നിയോഗികൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ വിരുദ്ധമായി എടുത്ത മുഴുവൻ തീരുമാനങ്ങളും റദ്ദു ചെയ്യും എന്നതാണ്. അതും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സവിശേഷത, നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി 14ാം നിയമസഭയിൽ 2 വനിതാ മന്ത്രിമാരുണ്ടാകും, KK ശൈലജയും മേഴ്സിക്കുട്ടി അമ്മയും. അതും ചരിത്രം തന്നെ. മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച പരിദേവനങ്ങൾ എല്ലാ കാലത്തും ഉയർന്നു കേൾക്കുന്നതാണ്. മലബാറിൽ നിന്ന് ഇത്തവണ
ഒരുപക്ഷെ ഏറ്റവും അധികം മന്ത്രിമാരെ ഉൽപ്പാദിപ്പിച്ച സ്ഥലം അതാണ്. MLA-മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇത്തവണ 9 മന്ത്രിമാരും സ്പീക്കറും മലബാർ മേഖലയിൽ നിന്ന് വരുന്നു. മന്ത്രിമാർ കൂടുതൽ കഴിഞ്ഞ തവണ മലപ്പുറത്ത് നിന്നാണെങ്കിൽ ഈ തവണ അത് കണ്ണൂരിൽ നിന്നാണ്. മുഖ്യമന്ത്രി അടക്കം 5 മന്ത്രിമാരാണ് കണ്ണൂരിൽ നിന്ന് ഈ മന്ത്രിസഭയിൽ ഉണ്ടാവുക. അങ്ങനെ മന്ത്രിസഭയുടെ വിവിധങ്ങളായ സവിശേഷതകൾ എന്ത് എന്ന് പത്രലോകം അവതരിപ്പിച്ചിരിക്കുന്നു. VS അച്യുതാനന്ദൻ പുതിയ മന്ത്രിസഭയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഐശ്വര്യപൂർണമായ കേരളം കെട്ടിപ്പടുക്കാൻ പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ പുതിയ മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചിരിക്കുന്നത്. പിണറായിക്കും കൂട്ടർക്കും അഭിവാദ്യമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു ഘട്ടം താണ്ടി പുതിയ മന്ത്രിസഭ പുതിയ പ്രതീക്ഷകളുടെ ഉദ്ഘോഷങ്ങളുമായി വന്നിരിക്കുന്ന വാർത്തകളാണ് പത്രലോകം തരുന്നത്. ഇനി നമുക്ക് ഈ സംഭവഗതികളുടെ വാർത്താലോകത്തിലേക്ക് കടക്കാം. വാർത്താലോകം പറയുന്നത് കാണുക. മലയാള മനോരമ ഈ ഭാവപകർച്ചയെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ജനസമുദ്രം സാക്ഷി ഇനി ഇടത് ഭരണകാലം എന്ന ശീർഷകത്തിലാണ് മലയാള മനോരമ അത് ആദ്യ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിങ്ങനെ. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വിജയാവേശം പൂരപ്രതീതി ഉയർത്തിയ അന്തരീക്ഷത്തിൽ അധികാരത്തിൻ്റെ കുട കൈമാറി വഞ്ചന സഞ്ചയത്തിൻ്റെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 19 അംഗ ഇടതുമുന്നണി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വിവാദമായ തീരുമാനങ്ങൾ, മന്ത്രിസഭയുടെ അന്ത്യപാദത്തിലെ തീരുമാനങ്ങൾ, ജനുവരിക്ക് ശേഷമുള്ള തീരുമാനങ്ങൾ, അതേ സംബന്ധിച്ച അന്വേഷണം നടക്കുമെന്നും ഭരണഘടനാ വിരുദ്ധമായ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞതാണ് മലയാള മനോരമ അതിൻ്റെ ശീർഷക വാർത്തയാക്കിയിരിക്കുന്നത്. അതിന് നൽകിയിരിക്കുന്ന ശീർഷകവും അങ്ങനെ തന്നെ വ്യത്യസ്തമാണ്. തിരുത്തൽ എന്ന വാക്കാണ്, ഒറ്റ വാക്കിലാണ് ആ തീരുമാനം മനോരമ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവാദ തീരുമാനങ്ങൾ പുനഃപരിശോധനയ്ക്ക് തിരുത്തൽ. UDF സർക്കാർ കഴിഞ്ഞ ജനുവരി മുതലെടുത്ത വിവാദ തീരുമാനങ്ങളിൽ നിയമവിരുദ്ധമായവ പുനഃപരിശോധിക്കാൻ LDF മന്ത്രിസഭയുടെ ആദ്യ യോഗം തീരുമാനിച്ചു എന്ന് പറയുന്ന മലയാള മനോരമയുടെ 1-ാം പേജ് കൗതുകകരമായ ഒരു നിരീക്ഷണമോ വാർത്തയോ ഇത്തവണ തന്നിരിക്കുന്നു. അഥവാ ആ നിരീക്ഷണം വാർത്തയാക്കി മലയാളിക്ക് തരുമ്പോൾ മലയാള മനോരമയുടെ വീക്ഷണത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ലക്ഷ്യമെന്തായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു രീതി തന്നെ. അഴിമതിക്കെതിരെ അജണ്ട സെറ്റ് ചെയ്ത് അധികാരത്തിലേക്ക് വരികയും അഴിമതിയെ മുച്ചൂടും ഇല്ലാതാക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ എന്തെങ്കിലും അപകടകരമായ സംഭവഗതികൾ ഉണ്ടെങ്കിൽ തങ്ങളുടെ ക്യാമറ കണ്ണ് അത് ഒപ്പിയെടുത്ത് അത് ഏത് ബഹുജനപരതയിലാണെങ്കിലും സ്വകാര്യതയിലാണെങ്കിലും ഒപ്പിയെടുത്ത് ജനസമക്ഷം അവതരിപ്പിക്കും എന്ന് പറയാതെ പറയുന്ന ഒരു വാർത്തയും ചിത്രവുമൊക്കെ ഇന്ന് മലയാള മനോരമ തരുമ്പോൾ മലയാള മനോരമയും അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. വളരെ സാധക ബോധത്തോടെയാണ് മനോരമ അത് ചെയ്യുന്നത്. ഗൗരവതരമായ അഭിജാത രൂപത്തിലുള്ള ഒരു പത്രപ്രവർത്തന മാതൃകയായി ആ പ്രവൃത്തി മാറുകയും ചെയ്യുന്നു. കാണുക. VS-ന് കുറിപ്പ്, ഉറപ്പും ക്യാബിനറ്റ് റാങ്കും എന്ന ശീർഷകത്തിലെ ആ വാർത്ത വളരെ കൗതുകം നിറഞ്ഞ വാർത്തയാണ്. സചിത്രമായ ആ വാർത്ത ഇങ്ങനെ പറയുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ VS അച്യുതാനന്ദൻ്റെ കയ്യിലേക്ക് ഒരു കുറിപ്പെത്തി. മുഖ്യമന്ത്രി പദം നിരാകരിക്കപ്പെട്ട VS-നുള്ള പദവിയായിരുന്നു ആ കുറിപ്പിൽ ഒളിച്ചിരുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും ഉമ്മൻചാണ്ടിക്കും ഇടയിലിരുന്ന VS പെട്ടെന്നെന്തോ വായിക്കാൻ തുനിഞ്ഞതാണ് ഫോട്ടോഗ്രാഫറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുണ്ടുകടലാസിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെ: ക്യാബിനറ്റ് റാങ്കോടെ സർക്കാരിൻ്റെ ഉപദേശകൻ, ഇടതുമുന്നണി അധ്യക്ഷ പദവും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പാർട്ടി ഉൾപ്പെടുത്തും. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗത്വം, അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ അധ്യക്ഷ പദവി, തീർന്നില്ല ക്യാബിനറ്റ് റാങ്കോടെ സർക്കാരിൻ്റെ ഉപദേശകൻ. ഈ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി മാറ്റത്തെ സംബന്ധിച്ച ഒരു കുറിപ്പ്
സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി അച്യുതാനന്ദന് കൈമാറി. ആ കൈമാറ്റം തന്നെ, ആ കൈമാറിയ നിമിഷത്തിൽ അവിടെ ഇരുന്ന് അച്യുതാനന്ദൻ ആ കുറിപ്പ് വായിക്കുന്നത് മലയാള മനോരമയുടെ ക്യാമറയുടെ ഒളിക്കണ്ണുകൾ കണ്ടെത്തുകയും ആ ക്യാമറാമാൻ അദ്ദേഹം അത് പകർത്തുകയും ചെയ്തു. മനോജ് ചേമഞ്ചേരിയാണ് ആ ക്യാമറാമാനെന്ന് ഇത്രയും വിശദീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ഏതായാലും അതുകൊണ്ടും തീർന്നില്ല മനോരമയുടെ അന്വേഷണപരത. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ കിട്ടിയ കുറിപ്പ് തുറന്നു വായിക്കുന്ന VS അച്യുതാനന്ദൻ ആ കുറിപ്പിൻ്റെ പ്രതിബിംബം വായിക്കാവുന്ന വിധത്തിലാക്കിയപ്പോൾ കുറിപ്പടക്കം വായിക്കാൻ പാകത്തിൽ തന്നെ, അതായത് കുറിപ്പ് വായിക്കുന്ന അച്യുതാനന്ദൻ്റെ പിന്നിൽ നിന്ന് മുന്നിൽ നിന്നും ഒക്കെ മാറി മാറി എടുത്ത ചിത്രത്തിലൂടെ സത്യത്തിൽ CPMൻ്റെ അണികളോ നേതാക്കളോ തന്നെ അറിയുന്നതിന് മുമ്പ് ഗൗരവതരമായ ഒരു തീരുമാനം ചോർത്തി പകർത്തി മലയാളിക്ക് കാഴ്ചവെച്ചിരിക്കുന്നു മനോരമ എന്നാണ് നമുക്ക് നിരീക്ഷിക്കേണ്ടത്. നല്ല പ്രവൃത്തി തന്നെ. വ്യത്യസ്ത പത്രങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവഗതികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളം മനോരമ നാം അതെങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. മാതൃഭൂമി എങ്ങനെയായിരിക്കും അത് അവതരിപ്പിച്ചിരിക്കുക? മാതൃഭൂമിയുടെ 1-ാം പേജിലെ ആദ്യ വാർത്തയായി അത് മാറുന്നു. മാതൃഭൂമി പറയുന്നു, വിജയപഥത്തിൽ പിണറായി വിജയൻ എന്ന പേരിനൊപ്പം നിന്നുകൊണ്ട് വിജയൻ്റെ പദത്തിൽ അഥവാ ഇടതുപക്ഷം വിജയപഥത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മാതൃഭൂമി നിരീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം 19 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് മാതൃഭൂമി വാർത്ത. ഭരണത്തിന് ചുവപ്പ് രാശി നൽകി പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിൽ അണികളുടെ ആവേശം മുദ്രാവാക്യങ്ങളായി ഉയരവെയാണ് പിണറായി വിജയനും 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിയത്. കേരളത്തിൻ്റെ 12ാമത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേൽക്കുന്നത് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് മാതൃഭൂമി അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ പറയുമ്പോൾ, ദേശാഭിമാനി വളരെ സവിശേഷമായാണ് ഈ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദേശാഭിമാനിയുടെ പൊതുഘടന തന്നെ വാർത്താവതരണത്തിൽ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന അഥവാ നിങ്ങൾ ഇന്ന് കാണുന്ന ദേശാഭിമാനി സ്വാഭാവിക ഗതിയിലല്ല, മറിച്ച് ഒരു മാറ്റം വരുത്തിയേ നിങ്ങൾക്ക് വായിക്കാനാകൂ. ദേശാഭിമാനി എന്ന ശീർഷകത്തിന് താഴെ നേരെ തിരിച്ചു പിടിച്ചു വേണം, അല്ലെങ്കിൽ മാറിയ ഒരാംഗിളിൽ പിടിച്ചു വേണം, പിണറായി മന്ത്രിസഭ അധികാരമേറ്റു എന്ന ദേശാഭിമാനിയുടെ ലീഡ് വായിക്കേണ്ടി വരിക. അങ്ങനെ വീതിയിൽ വായിക്കുന്ന വാർത്ത നമുക്ക് തരുന്നു മംഗളം. പിണറായി മന്ത്രിസഭ അധികാരമേറ്റു. ജനുവരി 1-ന് ശേഷം കഴിഞ്ഞ മന്ത്രിസഭ എടുത്ത വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിന് മന്ത്രിസഭാ ഉപസമിതി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ധനമന്ത്രി എന്നിവരെ കാണാൻ മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് പോകും. ആദ്യ മന്ത്രിസഭ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ചുരുക്കി പറഞ്ഞിരിക്കുന്നു ദേശാഭിമാനി കാണുക. ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി. വിവിധ വകുപ്പുകളിലെ ഒഴിവുകൾ 10 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യണം. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക പൂർണ്ണമായും ഉടൻ കൊടുത്തു തീർക്കും. പെൻഷനുകൾ വീടുകളിലെത്തിക്കും. വലിയൊരു തീരുമാനം തന്നെ. പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ 150 കോടി രൂപ 13ാമത് പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകും. പ്ലാനിംഗ് ബോർഡ് തുടരും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ 27-ന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം. മന്ത്രിമാർക്ക് നൽകുന്ന സ്വീകരണ പരിപാടികളിൽ സ്ത്രീകളെയും കുട്ടികളെയും താലപ്പൊലിയും മറ്റുമേന്തി നിർത്തുന്നത് ഒഴിവാക്കണം. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒരു പീഠാനുഭവമാണത്. അങ്ങനെ അണിയിച്ചവതരിപ്പിക്കേണ്ടവരല്ല സ്ത്രീകൾ എന്ന നിലപാട് കൈക്കൊള്ളുന്നു ഇടതുപക്ഷ മുന്നണി. വലതുപക്ഷവും വൈകാതെ അത് അനുവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താല്പര്യമുള്ള ഭക്ഷണം കഴിക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന ഉറച്ച നിലപാടും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. വാർത്ത വി ജെയിൻ തരുന്നത് ഇങ്ങനെ: കേരളമാകെ പതഞ്ഞുയർന്ന അത്യാവേശത്തിൻ്റെ അലമാലകൾ സാക്ഷിയായി ഒരു ജനതയുടെ സ്വപ്നത്തിന് സാക്ഷാത്കാരം. നവകേരള സൃഷ്ടിക്ക് നാന്ദി കുറിച്ച് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 19 അംഗ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്ന വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ദേശാഭിമാനിയുടെ രൂപവും ഭാവവുമല്ല, വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജോമെട്രി കൂടി മാറുന്ന രീതിയിലാണ്.
ആ വാർത്ത നമുക്ക് ദേശാഭിമാനി ഇന്ന് എത്തിച്ചിരിക്കുന്നത്. മംഗളം എന്ന പത്രവും സ്വാഭാവികഗതിയിൽ ലീഡ് തന്നെ. ഇനി പിണറായിയുടെ യുഗമാണ് വരുന്നത് എന്ന് മംഗളം പറയുന്നു. ആ വാർത്തയുടെ കൗതുകകരമായ വിശദാംശങ്ങളിലേക്ക് മംഗളം എപ്പോഴും അതിൻ്റെ ഒരു സവിശേഷത നിലനിർത്തുമെന്ന് നമുക്കറിയാം. ഇനി പിണറായി വിജയൻ്റെ യുഗം ആരംഭിക്കുന്നു എന്ന് മംഗളം നിരീക്ഷിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് മംഗളം എന്ന പത്രം തരുന്നത്. ചെങ്കടൽ ആവേശത്തിര തീർത്ത ജനസാഗരത്തിന് മുന്നിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. CPMൻ്റെ നേതൃത്വത്തിലുള്ള 4ാം മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയടക്കം 19 മന്ത്രിമാരുണ്ട്. പതിവിന് വിപരീതമായി രാജ്ഭവനിൽ നിന്നും മാറി സെക്രട്ടേറിയറ്റിന് പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി പ്രവർത്തകരും വിവിധ രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. ഇടത് സർക്കാർ അധികാരമേറ്റയുടൻ എടുത്ത തീരുമാനങ്ങൾ: ജിഷയുടെ അമ്മയ്ക്ക് 5000 രൂപ പെൻഷൻ ADGP സന്ധ്യ അന്വേഷിക്കും, ക്ഷേമ പെൻഷനുകൾ 1000 രൂപ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ 10 ദിവസം, വില വർധന പിടിച്ചു നിർത്തും തുടങ്ങി വാർത്തകളുടെ വിശദാംശങ്ങൾ ഉൾപേജിലേക്ക് മാറ്റി മംഗളം നമുക്ക് ഇന്ന് തരുന്നു. കേരള കൗമുദി പത്രവും പിണറായി മുഖ്യമന്ത്രി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത എത്തിക്കുന്നത്. കിരൺ ബാബു അതിൽ തരുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ ഇനി പിണറായി വിജയൻ മുന്നോട്ട് നയിക്കും. ഇന്നലെ വൈകിട്ട് 4-ന് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരളത്തിൻ്റെ 22ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന വാർത്ത കേരള കൗമുദി അതിൻ്റെ 1-ാം പേജിൽ ആദ്യ വാർത്തയാക്കി തരുന്നു. സെക്രട്ടേറിയറ്റിലെ ഫയൽ സഞ്ചാരത്തെക്കുറിച്ച് ഒരു വാർത്ത ഇന്ന് മംഗളം ഉൾപേജിൽ S. നാരായണൻ തരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഫയൽ സഞ്ചാരത്തിൻ്റെ ദൂരം കുറയ്ക്കാനുള്ള തീരുമാനവും പിണറായി വിജയൻ നേരിട്ട് കൈക്കൊണ്ടതാണ് എന്നും S. നാരായണൻ പറയുന്നു. കാണുക: സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാട അഴിക്കും, ഫയലുകൾ അഡീഷണൽ സെക്രട്ടറി കണ്ട് മുകളിലേക്ക്. ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാട അഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന് സർക്കാർ രൂപം നൽകി. ഫയലുകൾ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിലെ വിവിധ സെക്ഷനുകളിൽ ചുറ്റിക്കറങ്ങുന്നത് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥ സംവിധാനം അഴിച്ചു പണിയുന്നു. വിവിധ ഡയറക്ടറേറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ പദവി ജോയിൻറ്റ് സെക്രട്ടറിയുടേതിന് തുല്യമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കാൻ തീരുമാനമായി. സെക്രട്ടേറിയറ്റിലെ വകുപ്പ് തലവന്മാർ അയക്കുന്ന ഫയലുകൾ നേരിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കായിരിക്കും ലഭിക്കുക. അവിടെ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സെക്രട്ടറിമാർക്ക് ഫയൽ അയക്കും. ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു ഫയലിന്മേൽ അവസാന തീരുമാനമെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം വെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ അധികാരാരോഹണത്തിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം അതിനുള്ള ഹോംവർക്കുകൾ ചെയ്തു തുടങ്ങിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നു S. നാരായണൻ്റെ ഈ വാർത്ത. പിണറായി വിജയൻ പുതിയ മുഖ്യമന്ത്രി. അദ്ദേഹം ശനിയാഴ്ച ദില്ലിയിലേക്ക് പോകുന്ന വാർത്തയാണ് ദീപിക 1-ാം പുറം വാർത്തയാക്കിയിരിക്കുന്നത്. പിണറായി ശനിയാഴ്ച ദില്ലിയിലേക്ക്. രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി എന്നിവരെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 28-ന് ദില്ലിക്ക് പോകും. അത് ഒരു സ്വാഭാവിക സന്ദർശനമാണെന്നും നിവേദനം നൽകാനല്ലെന്നും പ്രത്യേകമായി തന്നെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞതും നാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മന്ത്രിസഭയുമായി ബന്ധിപ്പിച്ച, മന്ത്രിസഭയുടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധിപ്പിച്ച പുതിയ യുഗത്തെ സംബന്ധിച്ച വാർത്തകൾ ഇങ്ങനെയാണ് പത്രലോകം തരുന്നത് എങ്കിൽ ബംഗാളിലും സംഭവങ്ങൾ. പുതിയ മന്ത്രിസഭ വന്നിരിക്കുന്നു. ബംഗാളിൽ കോൺഗ്രസ് അംഗങ്ങളുടെ സത്യവാങ്മൂലത്തെക്കുറിച്ച് കൗതുകകരമായൊരു വാർത്തയുണ്ട്. കോൺഗ്രസ് അംഗമായാൽ കൃത്യമായും ഒരു സത്യവാങ്മൂലം നൽകണം. അതും 100 രൂപ പത്രത്തിൽ, മുദ്രപത്രത്തിൽ നൽകണം. കൂറുമാറും കോൺഗ്രസ്സുകാർ എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരിക്കുന്നു ബംഗാളിൽ. ആ കൂറുമാറ്റ ഭയം വെളിവാക്കുന്ന ആ വാർത്ത കൗതുകകരമാണ്. ആ വാർത്ത ആദ്യമായി ആണ് ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ആസമിലും കേരളത്തിലും അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷിയായി വന്നിരിക്കുന്ന, പ്രതിപക്ഷ നേതാവായി തന്നെ വന്നിരിക്കുന്ന, പ്രധാന കക്ഷിയായി വന്നിരിക്കുന്ന ബംഗാളിലെ കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറുമോ എന്ന ഭയം കോൺഗ്രസിനെ വേട്ടയാടുന്നു. 100 രൂപ മുദ്രപത്രത്തിൽ MLA-മാരിൽ നിന്ന് എഴുതി വാങ്ങിയിരിക്കുന്ന, കൂറുമാറില്ല എന്നെഴുതി വാങ്ങിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൻ്റെ ചിത്രമടക്കം പൊതുവാർത്താ പേജിൽ ജന്മഭൂമി ആ വാർത്ത തരുന്നത് കാണുക. തങ്ങളുടെ MLA-മാർ മറുകണ്ഠം ചാടുമോ എന്ന് കോൺഗ്രസിന് ആശങ്ക. ഭയമൂത്ത കോൺഗ്രസ് തങ്ങളുടെ 44 MLA-മാരിൽ നിന്ന്
പാർട്ടി പ്രസിഡന്റിനോടും പാർട്ടിയോടും കൂറു പുലർത്തുമെന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. NDA ഭരണത്തിന് 2 വയസ്സ് തികഞ്ഞു, 3-ാം വയസ്സിലേക്ക് അത് കടക്കുന്നു. ആ സമയത്ത് അതേ സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ, വിലയിരുത്തലുകൾ ധാരാളം വന്നിട്ടുണ്ട്. പത്രലോകം നമുക്ക് തരുമ്പോൾ NDA സർക്കാരിന് 2 വയസ്സെന്ന ശീർഷകത്തിൽ മാതൃഭൂമി അത് വാർത്തയാക്കി തരുന്നു. കാണുക, കേന്ദ്രത്തിൽ NDA സർക്കാർ അധികാരമേറ്റ് വ്യാഴാഴ്ച 2 വർഷം പൂർത്തിയാകും. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ 3-ാം വർഷത്തിലേക്ക് കടക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ജിഷ വധവുമായി കേരള പോലീസിൻ്റെ കേസ് അന്വേഷണത്തെപ്പറ്റി കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് രസകരമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ പോലീസും കൂട്ടുനിന്നു എന്ന് സംശയിക്കണമെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. IG അടക്കമുള്ള 5 ഉദ്യോഗസ്ഥരും ജൂൺ 2-ന് നേരിട്ട് ഹാജരാകണം. നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ പോലീസും കൂട്ടുനിന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് K നാരായണക്കുറുപ്പ് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ജിഷ വധവുമായി ബന്ധിപ്പിച്ച് പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൗതുകകരമാണ് ആ വിവരങ്ങൾ എന്നും പറയേണ്ടിയിരിക്കുന്നു. ജിഷയുടെ മാതാവിന് KPCC 15 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് ഓഫീസിൽ വധിക്കപ്പെട്ട രാധയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്തുവോ KPCC പ്രസിഡന്റ് എന്ന കാര്യം സംശയമാണ്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. പുതിയ സർക്കാർ കേരളത്തിൽ അധികാരമേറ്റു. അതേ മുൻനിർത്തി BRP ഭാസ്കർ പിറക്കട്ടെ പുതിയ കാലഘട്ടം എന്ന ശീർഷകത്തിൽ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ഹ്രസ്വമായ ലേഖനം ഇങ്ങനെ പറയുന്നു: നല്ല തുടക്കം പാതി വിജയം എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതിൻ പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാതി വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെയോ ജാതിമത സംഘടനയുടെയോ സഹായമില്ലെങ്കിൽ ന്യായമായ അവകാശങ്ങൾ കിട്ടില്ല എന്ന ധാരണ പരക്കെ കേരളത്തിൽ നിലവിലുണ്ട്. അതിൻ്റെ ഫലമായി രാഷ്ട്രീയ പ്രവർത്തകരും അല്ലാത്തവരുമായ ഒട്ടേറെ ഇടനിലക്കാർ ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ അവതാരങ്ങളുടെ വാഴ്ച അവസാനിപ്പിക്കാനും ഭരണ സംവിധാനം നീതിപൂർവമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞാൽ അതൊരു വലിയ കാലഘട്ടത്തിൻ്റെ പിറവിയാകും എന്ന് BRP ഭാസ്കർ അഭിവാദ്യ സ്വഭാവത്തോടെ ഈ ലേഖനം എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ നിന്ന് മറ്റൊരു ലേഖനം നമുക്ക് കാണാം. ശശി തരൂരാണ് എഴുതിയിരിക്കുന്നത്. 2 വർഷം ഭരണം പൂർത്തിയാക്കുന്ന NDAയുടെ ഭരണം നിരാശയുടെ ഒരു പട്ടികയാണ് എന്ന് ശശി തരൂർ സ്ഥാപിക്കുന്നു ഈ ലേഖനത്തിൽ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഇന്ത്യയിലെ ഭാവി എന്ത്? ഈ കാർട്ടൂൺ കാണുക. കാർട്ടൂണിൽ കോൺഗ്രസ് വൃക്ഷത്തിന് ജലസേചനം ചെയ്യുന്ന രാഹുലിനെയാണ് കാണിച്ചിരിക്കുന്നത്. മരം നോക്കൂ, പട്ട് അത് മുഖം കുത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ മരത്തിന് പുതിയ തളിരുകൾ വരുന്നുണ്ട് എന്ന് രാഹുലിനെ വ്യാമോഹിപ്പിക്കുന്ന അനുയായിയെയും ചേർത്ത കാർട്ടൂൺ കേശവ് ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പുതിയ കാലം, പുതിയ ഭാവം. കേരള കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി ന്യൂ ജനറേഷൻ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിണറായി വിജയൻ, സ്വാതന്ത്ര്യാനന്തര കമ്മ്യൂണിസ്റ്റ്, അധികാര കസേരയിലെത്തിയിരിക്കുന്നു. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി അധികാര കസേരയിൽ കയറിയ ചിത്രം കേരള കൗമുദി ഉൾപ്പെയിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.